എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്യാപ്സിക്കം തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 2 ക്യാപ്സിക്കം എടുക്കുകയാണ്. ഇത് പച്ച ക്യാപ്സിക്കമാണ്. ഇത് തോരൻ ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തെ അരിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാകും. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി തോരനാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും കഴിയും. ഇപ്പോൾ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാളയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. സവാള ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കണ്ണ് നിറയെ കണ്ണിൽ നിന്ന് വെള്ളം വരികയൊന്നും ചെയ്യില്ല. ഇതിൻ്റെ നീര് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ സമയത്ത് ഒന്ന് കൂട്ട് റെഡിയാക്കാം. കുറച്ച് തേങ്ങ മിക്സിയിലേക്ക് ഇട്ടു, കുറച്ച് ജീരകവും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക. സവാള ഇപ്പം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. ഇതിലേക്ക് ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള തോരൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.